ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു വാർത്ത ഇന്നത്തെ തൊഴിൽ വീതിയിലുണ്ടായി. ആ വാർത്തയിലേക്കും കഴിഞ്ഞ കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ പരീക്ഷാ തീയതി, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന തീയതി, നിയമന നില, അതുപോലെ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ എന്നത്തേക്ക് വരും, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ തൊഴിൽ വീതിയിലെ വാർത്ത ഇതാണ്: കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് ശുപാർശ 2000 കടന്നു. അതായത് 7000 പേരടങ്ങുന്ന ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് കമ്പനി ബോർഡ് LGSന് വേണ്ടി പ്രസിദ്ധീകരിച്ചത്. അതിൽ നിന്ന് 2000-ന് മുകളിൽ ആൾക്കാർക്ക് ഇതുവരെ അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ ഇത്തിരി പിന്നോട്ട് ചിന്തിക്കണം. 2021 ഡിസംബറിലാണ് കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അത് PSC പ്രിലിംസ് മെയിൻസ് എന്നിങ്ങനെ 2 ഘട്ടങ്ങളായി നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം 2022 10th പ്രിലിംസ് പരീക്ഷയുടെ കൂടെ ഈ കമ്പനി ബോർഡ് LGSൻ്റെ പ്രിലിംസ് നടന്നു. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 2023 മെയ് 17-നായിരുന്നു മെയിൻസ് പരീക്ഷ. നമ്മുടെ കുറേയേറെ ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു. കുറേ പേർക്ക് ലിസ്റ്റിൽ അവസരവും ലഭിച്ചു. അതൊരു സന്തോഷം നൽകുന്ന വസ്തുതയാണ്. എനിവേ, കമ്പനി ബോർഡ് LGSൻ്റെ മെയിൻസ് പരീക്ഷ 2023 മെയ് 17 നടന്നു. അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 ജനുവരി 12. 2024 ജനുവരി 12-ന് നിലവിൽ വന്ന ആ ലിസ്റ്റിൽ 7000-ഓളം ഉദ്യോഗാർത്ഥികളുണ്ട് സ്റ്റേറ്റ് വൈഡായിട്ട്. സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് 76.67 ആയിരുന്നു. സിലബസ് LGSൻ്റെ സെയിം സിലബസ്, യാതൊരു മാറ്റവുമില്ല. വേരിയസ് LGSന് പഠിച്ച അതേ സിലബസ്. ഈ തവണയും പ്രിലിംസ് മെയിൻസ് എന്നിങ്ങനെ 2 ഘട്ടമായിട്ട് നടക്കുമെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പ്രിലിംസിനും മെയിൻസിനും ഒരേ സിലബസ് വരുന്ന ഒരു പരീക്ഷയാണ് LGS പരീക്ഷ. അതുകൊണ്ട് സെയിം സിലബസ് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ എടുത്തു പറയാനുള്ള ഒരു വസ്തുത, ഇപ്പോൾ 1 വർഷവും 1 മാസവും ലിസ്റ്റ് പിന്നിട്ടപ്പോൾ 2000 പേരിൽ കൂടുതൽ അഡ്വൈസ് മെമ്മോ പോയി കഴിഞ്ഞു. 3527 പേര് മെയിൻ ലിസ്റ്റിലും അതുപോലെ തന്നെ ആൾക്കാർ ഷോർട്ട് ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടപ്പോൾ ഓപ്പൺ മെറിറ്റിൽ മെയിൽ 1625, ഫീമെയിൽ 1582 എന്നിങ്ങനെയാണ് ഇപ്പോൾ അഡ്വൈസ് മെമ്മോ ഫൈനലി പോയി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു 2 വർഷവും കൂടി ബാക്കി നിൽക്കെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റായിട്ട് കമ്പനി ബോർഡ് LGS മാറും. അതുകൊണ്ട് തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, കമ്പനി ബോർഡ് LGSൻ്റെ ക്ലാസ് ഉണ്ടോ, അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS എക്സാം ഇനി എന്ന് വരും. ഇനി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത ഈ വർഷം ഡിസംബർ 2025 ഡിസംബറാണ്. അതിനൊരു കാരണം വ്യക്തമായി പറയാനുണ്ട്. 2024 ജനുവരി 12-ന് നിലവിൽ വന്ന ലിസ്റ്റ് 2027 ജനുവരി 11-ന് അവസാനിക്കും. അങ്ങനെ വരുമ്പോൾ 2027 ജനുവരിക്ക് മുമ്പ് അല്ലെങ്കിൽ ജനുവരി 12-ന് പുതിയ ലിസ്റ്റ് നിലവിൽ വരണം. അതിന് ശ്രമിക്കണമെങ്കിൽ 2026 പകുതിയോടുകൂടിയെങ്കിലും PSC ഈ പരീക്ഷ നടത്തണം. 2026 പകുതിയിൽ ഈ പരീക്ഷ നടത്തണമെങ്കിൽ ഉറപ്പായിട്ടും 2025 അവസാനം ഡിസംബർ മാസത്തിൽ കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. സാധാരണ ഇങ്ങനെ പ്രധാനപ്പെട്ട തസ്തികകൾക്കെല്ലാം നോട്ടിഫിക്കേഷൻ അതാത് വർഷം ഡിസംബറിലായിരിക്കും വരിക. കാരണം മറ്റൊന്നുമല്ല, അടുത്ത വർഷം ഏജ് ഓവർ ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടാതിരിക്കാനാണ് എല്ലാ നോട്ടിഫിക്കേഷനും ഡിസംബർ മാസത്തിൽ വരുന്നത്. അപ്പോൾ ഈ 2025 ഡിസംബർ 31-നുള്ളിൽ കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അങ്ങനെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ 1989 ജനുവരി 1-ന് ശേഷം ജനിച്ച
എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജനറൽ കാറ്റഗറിയിൽ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. അത് OBC ആണെങ്കിൽ നിങ്ങൾ 1986 ശേഷം ജനിച്ചവരാണെങ്കിൽ അപേക്ഷിക്കാം. ജനുവരി 1 ശേഷം 1986 ജനുവരി 2 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ SC ST കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 1984 ജനുവരി 1 ശേഷം ജനിച്ചവർക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ LGS പരീക്ഷകൾക്കൊന്നും തന്നെ ഡിഗ്രി യോഗ്യത ഉണ്ടാവരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ കമ്പനി ബോർഡ് LGSന് അത് ബാധകമല്ല. ഡിഗ്രി ഉള്ളവർക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ഇനി സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ LGS സിലബസ് പരീക്ഷ പ്രിലിംസ് മെയിൻസ് 2 ഘട്ടമായിട്ട് PSC നടത്തിയാൽ പോലും LGSൻ്റെ സിലബസ് മാത്രം പഠിച്ചാൽ മതി. പ്രിലിംസിനും മെയിൻസിനും ഒരേ സിലബസ് വരുന്ന ഒരു പരീക്ഷയാണ് LGS പരീക്ഷ. സംസ്ഥാനതല കട്ട് ഓഫ് ഉള്ളതുകൊണ്ട് കട്ട് ഓഫ് എന്തായാലും ഉയർന്നു തന്നെ നിൽക്കും. 80 മാർക്ക് നേടാൻ വേണ്ടി തന്നെ നിങ്ങൾ പരിശ്രമിക്കുക. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇപ്പോഴേ പഠനം ആരംഭിക്കുക. ആനുകാലികം 2025-26 മാത്രമായിരിക്കും ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. അതുകൊണ്ട് ആനുകാലികം നന്നായി പഠിക്കുക. അതുപോലെ തന്നെ കണക്കിൻ്റെ മുഴുവൻ മാർക്കും സയൻസിൻ്റെ മുഴുവൻ മാർക്കും SCERT പാഠഭാഗങ്ങളിലൂടെയും മറ്റുമായിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. പരിശീലനത്തിന് നമ്മുടെ ചാനലിൽ LGSൻ്റെ മോഡൽ എക്സാംസ് നടത്തിയാൽ കൊള്ളാം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് വേണ്ടി ഡെയിലി മോഡൽ എക്സാം എഴുതാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പറയാനൊരു വസ്തുതയുള്ളത്, നമുക്ക് ഡ്രീം LDC 2027 എന്ന് പറഞ്ഞൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലെ കുട്ടികൾ ഡിഗ്രി ഉള്ളവരുമുണ്ട്, ഡിഗ്രി ഇല്ലാത്തവരുമുണ്ട്. അവരൊക്കെ തന്നെ കമ്പനി ബോർഡ് LGSലേക്ക് ഈ ഒരു ക്ലാസ് കൺവേർട്ട് ചെയ്താൽ കൊള്ളാം എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എനിക്കും അതിനോട് യോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 1 മുതൽ നമ്മുടെ ചാനൽ പെയ്ഡ് ബാച്ചായിട്ട് കമ്പനി ബോർഡ് LGSൻ്റെ കോഴ്സ് ആരംഭിക്കും. കമ്പനി ബോർഡ് LGSൽ ഉൾപ്പെടത്തക്ക രീതിയിൽ SCERT പഠിപ്പിക്കും. പൊതുവിജ്ഞാനം, സയൻസ്, ആനുകാലികം, കണക്ക് എല്ലാ മേഖലകളും പഠിച്ച് പരീക്ഷ എഴുതി മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഏപ്രിൽ 1 തീയതി നമ്മൾ തുടങ്ങുന്ന കമ്പനി ബോർഡ് LGSൻ്റെ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ റെഡി എന്നുള്ളതോ യെസ് എന്നുള്ളതോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും പോസ്റ്റായിട്ട് ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് പഠിച്ച് മുന്നേറാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.